ഹലോ. മിസ്റ്റർ കേൾക്കാം. ആ ഇന്നലത്തെ നോക്കിയിരുന്നോ? നോക്കി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇടയ്ക്ക് ഡൗട്ട് വരുന്നുണ്ട്, പക്ഷെ 2-3 വട്ടം ചെയ്തപ്പോ ശരി. ആ ഇന്നത്തെ ടോപ്പിക് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഇതിൽ ഐഗൺ വാല്യൂ എന്ന് പറയുമ്പോൾ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എ മൈനസ് ലാംഡ ഐ. ഇതാണ് ഐഗൺ മെട്രിക്സ്. പോളിനോമിൽ വരുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ. അതാണ് നമ്മുടെ ഐഗൺ പോളിനോമിൽ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഐഗൺ ക്യാരക്ടറിസ്റ്റിക്കേഷൻ ആക്കി എഴുതാം. ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇങ്ങനെ ആക്കുന്നതിനെയാണ് ഐഗൺ. ഇതിൽ നിന്ന് ഡിറ്റർമിന്റ് ചെയ്ത് ലാംഡയുടെ വാല്യൂ കണ്ടെത്താം. അങ്ങനെയാണ് ഐഗൺ വാല്യൂ കണ്ടെത്താം. അതായത് ഐഗൺ വാല്യൂ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിന്റ് ഓഫ് എ മൈനസ് ഐ ലാംഡ ഈക്വൽ ടു 0 അത് വെച്ചുകൊണ്ട് ലാംഡയുടെ വാല്യൂ കണ്ടെത്തിയത് ഐഗൺ വാല്യൂ ആയി. ഞാൻ അതിൽ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന് വാല്യൂ കണ്ടെത്തിയാൽ അത് ഐഗൺ വെക്ടർ ആയി. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ പേര് എങ്ങനെയാണ്? ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 3, 5, 3, 0, 5, 4, 0, 0, 1. ഇപ്പൊ ഇതിൽ നിന്നും ഈ ടേമിൽ നിന്നും ഇതാണ് നമ്മുടെ എയിൽ നിന്നും ഐ എന്ന് പറയുന്നത് ഡയഗണലിൽ 1 ആവുന്ന എലമെന്റ് വരുന്നതാണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ ആ ഐനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ലാംഡ 0, 0, ലാംഡ 0, 0, 0, ലാംഡ എന്നായിട്ട് നമുക്ക് ഈ ടേം കിട്ടും. അതായത് എ മൈനസ് ഐ ലാംഡയുടെ ടേം ഇതാണ്. ഇത് ഓരോന്നും എയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഡയഗണൽ എലമെന്റിൽ മാത്രം മൈനസ് ചെയ്താൽ പോരെ. ഡയഗണൽ എലമെന്റിൽ നിന്ന് ഓരോന്നിനും ഇപ്പൊ 3യിൽ നിന്നും ലാംഡ മൈനസ് ചെയ്യുക, പിന്നെ 5, 3 അങ്ങനെ തന്നെ എഴുതാം. ഇവിടുത്തെ 4ൽ നിന്ന് ലാംഡ മൈനസ് ചെയ്യുക, 1ൽ നിന്ന് ലാംഡ മൈനസ് ചെയ്യുക. ഈ ഒരു ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എ മൈനസ് ഐ ലാംഡ ഐ സീക്വൽ 0 എന്നുള്ളൊരു ഫോമായി. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ ഇതിപ്പോ നമുക്ക് 3x3 മെട്രിക്സ് ആയതുകൊണ്ട് ഇതുപോലെ എഴുതിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ മെട്രിക്സ് ഡിറ്റർമിൻ കാണില്ലേ, ഇങ്ങനെ 2 മെത്തേഡ് ചെയ്യാം. ഡിറ്റർമിന്റ് കണ്ടും ചെയ്യാം, ഇതുപോലെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ വെച്ചുകൊണ്ട് സോൾവ് ചെയ്തും ചെയ്യാം. ഡിറ്റർമിന്റ് ചെയ്തിട്ട് ഇപ്പൊ ഫസ്റ്റ് 3x3 എലമെന്റ് ആണെങ്കിൽ ഡിറ്റർമിന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിന്റെ ഈ റോയില് ഈ 3 മൈനസ് 5 ലാംഡ നിർത്തിയിട്ട് ഈ റോയും കളഞ്ഞിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ സെക്കൻഡ് കോൾ എടുക്കുക, അതുപോലെ തേർഡ് കോൾ എടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ലാംഡ ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. അതിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ലാംഡ ക്യൂബ് ആണ് നമുക്ക് കാണുന്നത്. ലാംഡ ക്യൂബ് മൈനസ് അത് ഈ ഇക്വേഷനിൽ കാണുന്നുണ്ടെങ്കിൽ ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 1 പ്ലസ് മൈനർ 2 പ്ലസ് മൈനർ 3 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിന്റ് എ ഈക്വൽ 0. ഇതിൽ ഓരോ ടേം ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. അതിനെ കാൽക്കുലേറ്റർ ഇട്ട് ലാംഡയുടെ വാല്യൂ കണ്ടെത്താം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റനെ ഇതുപോലെ ചേഞ്ച് ചെയ്ത് എഴുതാം. എ മൈനസ് ഐ ലാംഡ ഫോമിലാക്കിയിട്ട് ഡിറ്റർമിന്റ് ചെയ്തിട്ട് നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ എടുക്കാം. ഇത് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. മനസ്സിലായി എന്താണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്? ഐഗൺ വാല്യൂ കാണാനായിട്ട് മനസ്സിലായി, ഒന്നുകൂടെ പറയൂ. അതായത് 2 മെത്തേഡിൽ ചെയ്യാം. നമുക്ക് ഐഗൺ വാല്യൂ കാണാനായിട്ട് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എ.
എ മൈനസ് ഐ ലാംഡ കൊടുക്കുക. അതായത് എ മൈനസ് ഐ ലാംഡ എന്ന് പറയുമ്പോൾ എയില് ഐ എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ് 1 ആവുന്നു. അവിടെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ എന്നുള്ളത്. ഈ ടേം ഈ എയിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. അതിൽ 3യിൽ നിന്നും 3 മൈനസ് ലാംഡ, പിന്നെ 5 അങ്ങനെ തന്നെ, 3 അങ്ങനെ തന്നെ, പിന്നെ ഇവിടെ വരുന്നത് 4 മൈനസ് ലാംഡ, 6 0 0 1 മൈനസ് ലാംഡ. ക്ലിയർ ആണോ? എ മൈനസ് ലാംഡ ഐ ഫോമിലേക്ക് എഴുതാം. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇത് ഒന്നല്ലെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഐഗൺ വാല്യൂ കണ്ടെത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഡിറ്റർമിൻ ചെയ്താൽ മതി. +1 +2 ഡിറ്റർമിൻ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് റോ അതിനോട് നിർത്തി കോളം മാറ്റി ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇത് രണ്ടും ക്രോസ് ചെയ്ത് മൈനസ് ചെയ്ത് ഇത് രണ്ടും ക്രോസ് ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടേമായി. പിന്നെ 5ന്റെ ഈ കോളം സെലക്ട് ചെയ്തുകൊണ്ട് ഇത് രണ്ടും കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അവിടെ ഒരു വാല്യൂ കിട്ടും. അതുപോലെ 3 എടുത്തുകൊണ്ട് ഈ റോയും കോളം കളഞ്ഞിട്ട് ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഒരു ഇക്വേഷൻ ഇതുപോലെ ഫോം ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് നോക്കി നോക്കാട്ടോ രണ്ട് ഏതാണെന്ന്. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് ലാംഡ ക്യൂബ് ആണ്. ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ ലാംഡ സ്ക്വയർ. അപ്പൊ ട്രൈസ് ഓഫ് എ കാണുന്നുണ്ടെങ്കിൽ സം ഓഫ് ഡയഗണൽ എലമെന്റ് ആണ്. നമുക്ക് ഈ തന്നിരിക്കുന്നതിലെ ഡയഗണൽ എലമെന്റിന്റെ സം എടുത്തത് ട്രൈസ് ഓഫ് എ ആയി. അപ്പൊ ട്രൈസ് ഓഫ് എ കാണുന്നുണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റിന്റെ വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പൊ 3 + 4 + 1 അപ്പൊ 7 1 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അതാണ് ട്രൈസ് ഓഫ് എ. അത് ഈ ഇക്വേഷനിൽ ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് ഇത് മൈനർ കണ്ടെത്തിയിട്ട് ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിൻ = 0. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ട്രൈസ് ഓഫ് എ എന്ന് പറഞ്ഞ ടേം ഈ തന്നിരിക്കുന്ന ഇതിലത്തെ ഡയഗണൽ എലമെന്റ് ആഡ് ചെയ്തെടുക്കാം. 3 4 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. ഇനി M11 കാണാം. മൈനർ ഓഫ് M11 കാണുന്നുണ്ടെങ്കിൽ M11 എന്ന് പറയുമ്പോൾ റോയും 1 ആയിരിക്കണം, കോളവും 1 ആയിരിക്കണം. അതായത് ഇത് റോയും ഇത് കോളവും 1 ആവുമ്പോൾ ബാക്കിയുള്ള എലമെന്റ് അത് ചെയ്ത് കാണിച്ചാൽ ഇതില് M11 സെലക്ട് ചെയ്യുമ്പോൾ ഈ റോയിലുള്ള എലമെന്റ് മാറ്റി കളഞ്ഞിട്ട് താഴത്തെ ഈ കോളം കളഞ്ഞിട്ട് ബാലൻസ് വരുന്ന താഴേക്കുള്ള കോളനും മാറ്റിയ ശേഷം ഈ 4 1 0 6 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ 4ഉം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. -6 0 എടുക്കുമ്പോൾ 0 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കിവിടെ 4 കിട്ടി. അപ്പൊ M11 എന്നുള്ളത് ആൻസർ. M11 എന്നുള്ളതിന്റെ ആൻസർ ആണ് ഈക്വൽ ടു 4 കിട്ടി. ഇനി അടുത്തത് M22 കാണാം. M22 എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് കോളവും അത് നിൽക്കുന്ന റോയും പോയി കഴിയുമ്പോൾ 3 3 0 1 വരും. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 3 3 0 1 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 1 3 കിട്ടും. 3 × 0 0 കിട്ടും. ഇനി വരുന്നത് M33. M3 സെലക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ഈ കോളവും താഴത്തെ റോയും പോകും. അപ്പോൾ നമുക്ക് 3 3 5 0 4 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ഇത് ക്ലിയർ ആണോ?
പക്ഷെ ആ M22 എന്നോട് പറയൂ, അത് 5 അല്ലേ? 5 കട്ട് ചെയ്യുമ്പോ 3 കട്ടാവത്തില്ലേ? ബാക്കിയാകുമ്പോ 0 6 6 1 അല്ലേ ആവുന്നേ? ഈ M22 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ സെന്ററിലെ കോളവും പോകും. അപ്പൊ 3 into 1 വരും, 0 into 3 വരും. അപ്പൊ 3 അല്ലേ വരാ ഈ റോ. ഓക്കെ M22 ആണല്ലേ? ഓക്കെ. അടുത്ത വരുമ്പോ ഈ റോയും ലാസ്റ്റ് കോളവും പോകും. അപ്പൊ നമുക്ക് ഇത് രണ്ടും വരും. ഈ 0യും 5ഉം 3യും 5ഉം 0യും 4ഉം. അപ്പൊ ഇവിടെ 12 കിട്ടും. അപ്പൊ M11ന്റെ വാല്യൂ 4 കിട്ടി, M22 വാല്യൂ 3 കിട്ടി, M33യുടെ വാല്യൂ 12 കിട്ടി. ഇത് ക്ലിയർ ആണോ? പക്ഷെ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഡയഗണൽ അല്ല ഡിറ്റർമിന്റ് ഓഫ് എ കാണാം. ഡിറ്റർമിന്റ് ഓഫ് എ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടീസ് ആണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിന്റ് കിട്ടും. അപ്പർ ട്രയാംഗിൾ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് അപ്പർ ട്രയാംഗിൾ മെട്രിക്സ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ താഴെ കിടക്കുന്നതൊക്കെ 0 കണ്ടോ? ഇവിടെ കിടക്കുന്നതൊക്കെ 0യും മുകളിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പൊ ഇതൊരു അപ്പർ ട്രയാംഗിൾ ആയതുകൊണ്ട് ഡിറ്റർമിന്റ് നമുക്ക് നേരിട്ട് എന്ത് കൊടുക്കാം? പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെന്റ് എടുക്കാം. ഡയഗണൽ എലിമെന്റുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിന്റ് എ കിട്ടും. 3 into 4 12, 12 into 1 ഈക്വൽ ടു 12 കിട്ടും ഡിറ്റർമിന്റ്. ഇത് ക്ലിയർ ആണോ? സാധാരണ കേസിൽ നമ്മൾ ഡിറ്റർമിന്റ് അതെ സാധാരണ കേസിൽ ഡിറ്റർമിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 into ഈ റോയും കോളം കളഞ്ഞിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം -5 ഈ റോയിൽ എടുത്തിട്ട് ഈ കോളം കളഞ്ഞുകൊണ്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഡിറ്റർമിന്റ് എ കാണാം. ഇവിടെ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ മെട്രിക്സിൽ എന്ന് പറയുന്നത് അപ്പർ ട്രയാംഗിൾ മാത്രമാണ്. അപ്പർ ട്രയാംഗിൾ ആണ് വെച്ചാൽ താഴേക്ക് നോക്കിയ 0 0 ആണ്. മോള് മാത്രമേ ഡയഗണലിന് മോള് മാത്രമല്ലേ വാല്യൂ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അപ്പർ ട്രയാംഗിൾ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിന്റ് എ കാണുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ് എടുത്താൽ മതി. ഈ ഡയഗണൽ എലമെന്റിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിറ്റർമിന്റ് ഓഫ് എ ആയി. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? അപ്പൊ നമുക്ക് 3 into 4 3 into 4 12, 12 into 1 12 തന്നെ കിട്ടും. അപ്പൊ ഡിറ്റർമിന്റ് എയും കിട്ടി. അപ്പൊ 3 ടേം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം. ലാംഡ ക്യൂബ് മൈനസ് 8 ആയിരുന്നു. റൈസ് ഓഫ് എ സ്ക്വയർ കിട്ടിയത് 8 ആയിരുന്നു. അപ്പൊ 8 ലാംഡ സ്ക്വയർ പ്ലസ് നേരത്തെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 19 ലാംഡ മൈനസ് 12 ഈക്വൽ ടു 0. അത് ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു. ലാംഡ ക്യൂബ് മൈനസ് റൈസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് M11 M പ്ലസ് M22 പ്ലസ് M33 into lambda minus determinant of A is equal to 0. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ലാംഡ ക്യൂബ് അങ്ങനെ തന്നെ എഴുതാം. റൈസ് ഓഫ് എ നമുക്ക് ഇപ്പൊ കിട്ടിയത് 8 ആണ്. അത് നമ്മോട് കൊടുത്തു 8 ലാംഡ സ്ക്വയർ എന്ന് കിട്ടി. ഇനി M11ഉം M22ഉം M33 കിട്ടിയത് തമ്മിൽ ആഡ് ചെയ്യാനാ പറയുന്നത്. M11 കിട്ടിയത് നമുക്ക് 4ഉം M22 കിട്ടിയത് 3ഉം M33 കിട്ടിയേക്കുന്നത് 12ഉം ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 19 കിട്ടും. 19 ലാംഡ മൈനസ് ഡിറ്റർമിന്റ് ഓഫ് എ കിട്ടിയത് നമുക്ക് 12 ആണ്. അത് വെച്ചോണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യും. അത് ക്ലിയർ ആണോ? ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ വരെ ക്ലിയർ ആണോ? ഇനി ഇത് കാൽക്കുലേറ്റർ ഇട്ടിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഡയുടെ വാല്യൂ കിട്ടുന്നുണ്ട്. ഇത് നേരിട്ട് കാൽക്കുലേറ്റർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വീണ്ടും സ്റ്റെപ്സ് കൂടും നമുക്ക്. അപ്പൊ അതിനെല്ലാം നേരിട്ട് നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂബിക് ഇക്വേഷൻ പറഞ്ഞ കാൽക്കുലേറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ 1ഉം 3ഉം 4ഉം കിട്ടും. അതാണ് നമ്മുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഐഗൺ വാല്യൂ ക്ലിയർ ആണോ? ഇല്ല മിസ് ഒരു ഡൗട്ടാണ്. ഈ ഡിറ്റർമിന്റ് എ കണ്ടുപിടിച്ചു പറയൂ. ഈ ഡിറ്റർമിന്റ് അതായത് ഇത് നോക്കിയേ, മെട്രിക്സ് നോക്കിയേ, ഇത് അപ്പർ ട്രയാംഗിൾ മെട്രിക്സാ. താഴെയൊക്കെ 0 ആണ് അല്ലെ? മുകളിൽ മാത്രമേ എലമെന്റ് ഉള്ളൂ. അപ്പൊ ഇതിനെ അപ്പർ ട്രയാംഗിൾ എന്ന് പറയാം നമ്മൾ. അങ്ങനെ വരുന്ന കേസിൽ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യണം അല്ലേ? പ്രൊഡക്റ്റ് ചെയ്യണം. അത് 3 into 4 ചെയ്യുക into 1 ചെയ്യുക. അപ്പൊ 12 കിട്ടും. ഇത് ഈ അപ്പർ ട്രയാംഗിൾ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ +2 ചെയ്ത പോലെ ഡിറ്റർമിന്റ് ഓരോന്നും
ഫസ്റ്റ് റോയിലെ എലമെന്റിന് ഇങ്ങനെ എടുത്തിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ സെക്കൻഡ് കോളത്തിന്റെ എലമെന്റ് കളഞ്ഞിട്ട് ഇത് തമ്മിൽ അങ്ങനെ ക്രോസ് ചെയ്ത് സാധാരണ ചെയ്യണ പോലെ ചെയ്യണം. ഇത് അപ്പർ ട്രയാങ്കിൾ ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ഓഫ് ട്രയാങ്കിൾ എലമെന്റ് ചെയ്യാം. അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇക്വേഷൻ നേരിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ ക്യൂബിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയ്ക്ക് വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ഐഗൺ വാല്യൂ. അപ്പൊ ഐഗൺ വാല്യൂ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമുക്ക് ഐഗൺ വെക്ടർ നോക്കാം. അത് ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ 0 എന്ന്. അതായത് ഈ ലാംഡയ്ക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയ 3 വാല്യൂ കിട്ടി. ലാംഡയ്ക്ക് 1ഉം 3ഉം 4 ആണ് ഐഗൺ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ ലാംഡയ്ക്ക് 1, 3, 4 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ 0 എന്നൊരു ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്യാം. ഇതേപോലെ ഇതേപോലെ അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്ത് നോക്കാം. ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാല് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ഐ ലാംഡ ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഡയ്ക്ക് വാല്യൂ കിട്ടും. ഒന്നില്ലെങ്കിൽ നേരിട്ട് ഡിറ്റർമിൻ ചെയ്താൽ എ മൈനസ് ഐ ലാംഡ എന്നുള്ള ഫോമിലേക്ക് ആക്കിയിട്ട് തന്നിരിക്കുന്ന വാരിയബിളിനെ മെട്രിക്സിനെ എ മൈനസ് ലാംഡ ഐയുടെ ഫോമിലേക്ക് ആക്കിയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു മെത്തേഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്തിരി സിമ്പിൾ ആയിരിക്കും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. മറ്റേത് നമുക്ക് കുറെ കാൽക്കുലേഷൻ വരും. അതില്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതാം. ഈ ഇക്വേഷനിൽ ട്രൈസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റുകളുടെ സമ്മാണ് ട്രൈസ് ഓഫ് എ. M11, M22, M23 അത് നമ്മുടെ മൈനർ കാണാനായിട്ട് നമുക്ക് ഇക്വേഷനിൽ നിന്ന് മൈനർ കണ്ടെത്താം. M11 ഇരിക്കുന്നത് M22 ഇരിക്കുന്നത് M23 ഇരിക്കുന്ന വാല്യൂവിനെ കണ്ടെത്തിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഡിറ്റർമിന്റ് കാണാം. അതിനുശേഷം ഈ ഇക്വേഷൻ കിട്ടുക നമുക്കൊരു ഇതുപോലെ ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. ഒരു ക്യൂബിക് ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് ലാംഡയുടെ വാല്യൂ 1, 2, 1, 3, 4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എ മൈനസ് ഐ ലാംഡയില് ഈ ലാംഡയ്ക്ക് ആദ്യം 1 കൊടുക്കുക, പിന്നെ അടുത്ത വാല്യൂ കൊടുക്കുക, പിന്നെ അടുത്ത വാല്യൂ. അങ്ങനെ 3 വാല്യൂ കൊടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് എക്സിന്റെ വാല്യൂ കിട്ടുന്ന പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് ആണ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. അത് ഈ ഇക്വേഷൻ തരാം. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ ഇൻറ്റു എക്സ് കൊടുക്കുക ഈക്വൽ 0 എന്ന് എഴുതാം. എന്നിട്ട് ഈ ലാംഡയുടെ സ്ഥാനത്തൊക്കെ നമുക്ക് കിട്ടിയ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡയ്ക്ക് 3 വാല്യൂ നമുക്ക് കിട്ടിയത്. ആ 3 വാല്യൂ സെറ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റത്തെ വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കിട്ടും. ഇതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കിട്ടും. രണ്ടാമത്തെ ലാംഡയുടെ വാല്യൂ എടുക്കുമ്പോഴും ഒരു ഐഗൺ വെക്ടർ കിട്ടും. മൂന്നാമത്തെ കൊടുക്കുമ്പോഴും ഐഗൺ വെക്ടർ കിട്ടും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഐഗൺ വെക്ടർ ആയി. നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പൊ ലാംഡയുടെ വാല്യൂ 1 നമുക്ക് ലാംഡയുടെ കിട്ടിയ വാല്യൂ 1ഉം 3ഉം 4ഉം ആണ്. അപ്പൊ ലാംഡയുടെ സ്ഥാനത്തൊക്കെ നമ്മൾ 1 കൊടുക്കാം. അതായത് ഈ ഇക്വേഷനിൽ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ച് ഈ ഇവിടെ ലാംഡയ്ക്ക് 1 കൊടുക്കാനാ പറഞ്ഞു. കൊടുത്തു നോക്കാം. ത്രീ മൈനസ് ലാംഡ 5, 3, 0, 4 മൈനസ് ലാംഡ 6, 0, 0, 1 മൈനസ് ലാംഡ. അപ്പൊ ലാംഡയ്ക്ക് 1 കൊടുക്കാനാ പറഞ്ഞ. 1 കൊടുക്കുമ്പോൾ 3യിൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആയിരിക്കും. 5ഉം 3ഉം അങ്ങനെ തന്നെ എഴുതാം. രണ്ടാമത്തത് 0, 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 6 അങ്ങനെ തന്നെ എഴുതാം. 1ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ താഴത്തെ വാല്യൂ മൊത്തം 0, 0 എന്ന് കിട്ടും. ഇവിടെ ഒരു 0 വരും, ഇവിടെ ഒരു 0 വരും. ഇപ്പൊ നമ്മുടെ മെട്രിക്സ് ഇങ്ങനെയായി. ക്ലിയർ ആണോ അത്? ഓക്കെ. ഇൻറ്റു എക്സിന്റെ ഫോമിലേക്ക് ആക്കണം. ഇതുപോലെ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. 2, 5, 3, 0, 3, 6, 0, 0 എന്ന് കിട്ടി. ഇവിടെ x1, x2, x3 ഈക്വൽ ടു 0, 0, 0 എന്ന് കിട്ടി. ഇത് നമുക്ക് വേണ്ടത് അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിൽ നിന്നും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം നമുക്ക് അല്ലെ. ഫസ്റ്റ് ഇതിൽ നിന്നും ഒരു ഇക്വേഷൻ ഉണ്ടായിക്കൂടെ. 2x1 പ്ലസ് 5x2 പ്ലസ് x3 അതുപോലെ ഇവിടെ x2 3x2 പ്ലസ് 6s3 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് നമ്മൾ ഉണ്ടാക്കിയേക്കണത് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ 0 എന്നാക്കി ഇതില് അത് ആ ടേബിളിൽ നിന്നും എക്സ് വെച്ചുകൊണ്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കി. ആദ്യത്തെ എലമെന്റ് x1, രണ്ടാമത്തെ x2, മൂന്നാമത്തെ x3. അതിന് മൂന്നിനും കോയിഫിഷ്യന്റ് കൊടുത്തു. രണ്ടാമത്തെ x1 ഇല്ല അതുകൊണ്ട് 0 കൊടുത്തു. ബാക്കിയുള്ളവരും കോയിഫിഷ്യന്റ് കൊടുത്തു. ഈക്വൽ 0 എന്നാക്കി.
ഇനി നമ്മൾ എഴുതുന്നത് കാർമേഴ്സ് റൂൾ എന്ന് പറയും. ഈ കാർമേഴ്സ് റൂൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ x1 എടുക്കുന്ന സമയത്ത് x1ന്റെ കോളംസ് മാറ്റാം, അതിന്റെ ബാക്കി ഉള്ള എലമെന്റുകൾ നമുക്ക് എടുത്ത് താഴേക്ക് എഴുതാം. അതായത് x1ന്റെ ഈ കോളം കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് വരുന്നത് 5, x2ന്റെ കോയിഫിഷ്യന്റ് 5, ഇവിടത്തെ x2ന്റെ കോയിഫിഷ്യന്റ് 3, ഇവിടെ 3, ഇവിടെ 3, 6. അത് ഇതിന് താഴെ കൊടുക്കാം ഡിറ്റർമിന്റ് ആയിട്ട് കാണാം. 5, 3, 3, 6 എന്ന് കൊടുക്കാം. അടുത്തത് ഈക്വൽ ടു, ഇവിടെ സെക്കൻഡ് ടേം വരുമ്പോൾ എപ്പോഴും മൈനസ് വേണം. മൈനസ് x2 എഴുതാം. എന്നിട്ട് x2 നിൽക്കുന്ന കോളം കളഞ്ഞിട്ട് ബാക്കി 2, 3, 0, 6 അത് ഇവിടെ സെലക്ട് ചെയ്ത് ഡിറ്റർമിന്റ് ആയിട്ട് കൊടുത്തു. ഈക്വൽ ടു അടുത്തത് x3 എടുക്കുക. x3 എടുക്കുമ്പോൾ x2 നിൽക്കുന്ന മാറ്റിയിട്ട് 2, 5, 0, 3 ഇങ്ങനെ സെലക്ട് ചെയ്യും. അതിനുശേഷം ഈ x1 അങ്ങനെ തന്നെ എഴുതാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6ഉം 5 മൾട്ടിപ്ലൈ 30 വരും. 30 മൈനസ് 9. അപ്പൊ നമുക്ക് 30 മൈനസ് 9 എന്ന് പറയുമ്പോൾ 21 കിട്ടും. രണ്ടാമത്തെ മൈനസ് അങ്ങനെ കൊടുക്കുക. 2 into 6 വരുമ്പോൾ 12 വരും. അടുത്ത 0 വരും. അപ്പൊ നമുക്ക് 12 കിട്ടും. ഇവിടെ 6ഉം കിട്ടും. ഇവിടെ 0 വരും. അപ്പൊ 6 കിട്ടി. ഇനി ഈ മോളിൽ കിടക്കുന്ന മൈനസ് ഇതിന് താഴെ കൊടുക്കാം. അപ്പൊ നമുക്ക് x2 മൈനസ് കിട്ടും. ഇത് നേരിട്ട് x ഈക്വൽ ടു x1 കിട്ടിക്കുന്ന വാല്യൂ 21, x2 കിട്ടിയേക്കണം -12, x3 കിട്ടിയേക്കണം 6. ഇതിനൊന്നും കൂടി ചെറുതാക്കാം നമുക്ക്. കോമൺ 3 കൊണ്ട് ഇതിനെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒന്നും കൂടി ചെറുതാക്കിയിട്ട് 3നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 കിട്ടും. 12ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 കിട്ടും. 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ഇല്ല, ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അങ്ങനെ എക്സിന് 7 - 2, 2 എന്നുള്ള വാല്യൂ, 7 - 4, 2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയതാണ് ഫസ്റ്റത്തെ ലാംഡ ഈക്വൽ ടു 1 വരുമ്പോൾ ഐഗൺ വെക്ടർസ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. പക്ഷേ ഏറ്റവും മേളത്തെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയൂ. ഏത്? ഇതോ? ഈ ഭാഗം അതിന്റെ മേളത്തെ മോളത്. അതായത് ഇത് നമുക്ക് a മൈനസ് ലാംഡ അല്ല, അവിടെ അത് എങ്ങനാ വന്നേന്നുള്ളത് എനിക്ക് കത്തിയില്ല. അതായത് ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ നിന്ന് കിട്ടിയതാ. നമ്മുടെ ഈ വേരിയബിൾ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് 2 into x1 plus 5x2 3x3 അതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഈക്വൽ ടു 0. അതായത് ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു 0. അത് രണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്, a മൈനസ് ലാംഡ i x ഈക്വൽ 0. അപ്പൊ ഇതിന്റെ ഫോമിലേക്ക് ആക്കണം നമ്മൾ ഇതിന്. അപ്പൊ ഇതിൽ 2ഉം 5ഉം 3ഉം ഇവിടുത്തെ x1 x2 x3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ 0 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 2 into x1 plus 5 into x2 plus 3 into x3 is equal to 0. അതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ 0 ആയതുകൊണ്ട് അത് എടുക്കണ്ട. 0 into x1 വരും, 3 into x2 വരും, 6 into x3 is equal to 0. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി. പിന്നെ അടുത്തത് 3 0 ആയതുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യേണ്ട ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് x1 is equal to minus of x2 is equal to x3. അതിൽ x1 നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് x1 ഇരിക്കുന്ന കോളം നമുക്ക് വേണ്ട. ബാക്കി x2ന്റെയും x3യും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ ക്രോസ് ഈ വാരിയബിൾ എടുത്തുകൊണ്ട് ഡിറ്റർമിനന്റ് സെറ്റ് ചെയ്യാം. ഇവിടുത്തെ 5ഉം 3ഉം 3ഉം 6 എടുത്തിട്ട് ഫസ്റ്റ് ഡിറ്റർമിനന്റ് സെറ്റ് ചെയ്യും. ഇനി മൈനസ് x2 x2ന് താഴെ ഉള്ളത് അതിന് ആ റോയിനെ കോളത്തിനെ നിർത്തിയിട്ട് ബാക്കി 2ഉം 3ഉം 0ഉം 6ഉം വെച്ചിട്ട് ഒരു ഡിറ്റർമിനന്റ് എടുക്കാം. അടുത്തത് x3 എടുക്കുക. x3 നിർത്തിക്കൊണ്ട് 2ഉം 5ഉം 0ഉം 3ഉം വെച്ചിട്ട് ഒരു മെട്രിക്സ് എടുത്തു. ഇനി ഇത് തമ്മിൽ ഡിറ്റർമിൻ ചെയ്ത് വെച്ചാൽ മതി. അത് ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ വാല്യൂ ആയി. ആ വാല്യൂ നേരിട്ട് എക്സിന് സീക്വൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ എക്സിൽ ആദ്യം വരെ 21 - 12 6 കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് 3 ഉള്ളത് കൊണ്ട് 3 കൊണ്ട് ഇതിനെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടി ചെറുതാക്കി എഴുതും. അപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ നമുക്ക് ലാംഡ 1 കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എന്താ ഇക്വേഷനിൽ ലാംഡ 3 കാണാം. അപ്പൊ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇക്വേഷൻ ഇതായിരുന്നു. 3 മൈനസ് ലാംഡ, ഇവിടെ 4 മൈനസ് ലാംഡ, 1 മൈനസ് ലാംഡ. ഈ ലാംഡയ്ക്കൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് വാല്യൂ കൊടുക്കാം. 3 മൈനസ് 3 കഴിയുമ്പോൾ 0 വരും. 4 മൈനസ് 3 കഴിയുമ്പോൾ 1 കിട്ടും. 1 മൈനസ് ലാംഡ 2 എന്ന് പറയുമ്പോൾ ഇവിടെ -2 കിട്ടും. ഇതും നേരത്തെ കൊടുത്ത പോലെ ഇക്വേഷൻ ആക്കി കൊടുക്കാം. 0, 5, 3, 0, 1, 6, 0, 0, -2. ഇവിടെ x1 x2 x3. ഇതിനെ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ 0x1 plus 5x2 plus 3x3 is equal to 0. 0x2 plus 1x2 plus 6x3 is equal to 0. എന്നിട്ട് ഇതേപോലെ തന്നെ x1 നിർത്തിക്കൊണ്ട് വാല്യൂസ് ഈ 5ഉം 3ഉം 1ഉം 6ഉം വെച്ച് ഇവിടെ ഒരു ഡിറ്റർമിനന്റ് സെറ്റ് ചെയ്യുക. മൈനസ് x2 വെച്ചുകൊണ്ട് അടുത്ത സെറ്റ് ചെയ്യുക. ഈക്വൽ ടു x3 വെച്ചിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യുക. ഈ മൈനസ് നമ്മൾ ലാസ്റ്റ് ഈ വാല്യൂന് മൈനസ് ആക്കി കൊടുക്കണം കേട്ടോ. ഇത് 0 ആയതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല, മൈനസ് പോയി കിട്ടും. ഇതിൽ 0 ആയി പോകും, ഇത് 0 ആയി പോകും. ഇവിടെ ഈ വാല്യൂ മാത്രമേ വരുള്ളൂ. 30 - 3 ചെയ്ത് നമുക്ക് 27 കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ x 27 0 0 എന്ന് വരും. 27 നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 വരും.
അപ്പൊ എക്സിന്റെ വാല്യൂ 1 0 0 എന്ന് കിട്ടും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്, ക്ലിയർ. ഇതേപോലെ തന്നെ അടുത്തത് ലാംഡയ്ക്ക് 4 കൊടുക്കുക. എത്ര ലാംഡയ്ക്ക് എത്ര വാല്യൂ ഉണ്ടായിരുന്നോ അത് ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐഗൺ വാല്യൂ കണ്ട് ഇതുപോലെ വെക്ടർ കണ്ടെത്താം. 3 നമുക്ക് ഇവിടെയും കിട്ടും, ഇതിനും കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് 6 വരുന്നുണ്ട്. ആ 6നെ പുറത്തേക്ക് എടുത്താൽ 5 1 0 എന്ന് കിട്ടും. 3 ഐഗൺ വാല്യൂസ് ആണ് കിട്ടിയിരുന്നത്. ആ 3 ഐഗൺ വാല്യൂസും ഈ കാർനോസ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് ഐഗൺ വെക്ടർ നമുക്ക് കണ്ടെത്താം. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതാണ് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ. അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് ഇമ്പോർട്ടന്റ് ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ ക്ലിയർ അല്ലേ? വല്ല ഡൗട്ട് ഉണ്ട് ഇനി? ഒന്ന് നോക്കി നോക്കി. ഐഗൺ വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞൊരു ഐഗൺ 1 3 4 എന്നുള്ള കിട്ടിയത്. അത് നേരിട്ട് കാൽക്കുലേറ്ററിൽ ഈ ഇക്വേഷൻ അടിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷൻ അതിൽ കാൽക്കുലേറ്ററിൽ ക്യൂബിക് ഇക്വേഷൻ എന്നുള്ള ടേം ഉണ്ട്. അതിൽ നമുക്ക് ക്യൂബിക് സെലക്ട് ചെയ്തിട്ട് λ3 - 8 λ² + 19 λ - 12 0 എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്റർ നമുക്ക് നേരിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇത് സെറ്റ് ചെയ്തുകൊണ്ട് പുറത്തോട്ടൊക്കെ എടുത്ത് ചെയ്യാൻ നിൽക്കണം. അപ്പൊ അതിന് കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലാംഡനെ ഇങ്ങനെ നേരിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ 2 ഇക്വേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഓക്കെ. കോമൺ പുറത്തെടുക്കുക, പിന്നെ ഒരു കോമൺ പുറത്തെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് 3 ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാം. ഇത്തിരി സിമ്പിൾ ആയിട്ട് ഇത് നേരിട്ട് കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ നേരിട്ട് ആൻസർ കിട്ടും. നമുക്ക് കാൽക്കുലേറ്റർ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ ഏതാണ് മിസ് ഓപ്ഷൻ? ക്യൂബിക്കോ? ക്യൂബിക്. അത് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് നാളെ പറ്റിയില്ല ഞാൻ പറഞ്ഞു തരാം ഒന്നുകൂടി. എന്നുവെച്ചാല് ആ കാൽക്കുലേറ്ററിന് ക്യൂബിക് എന്നുള്ളൊരു ഇതുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ നേരിട്ട് അടിച്ചു കൊടുത്താൽ മതി. അത് അടിച്ചു കൊടുത്ത് ഈക്വൽ കഴിയുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. പതുക്കെ ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലാംഡയ്ക്ക് 1 വരും, പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാംഡയ്ക്ക് 3 കിട്ടും, പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാംഡയ്ക്ക് 4 എന്നുള്ള വാല്യൂ കിട്ടും. ഈ ക്വസ്റ്റൻ തന്നെ ഒന്ന് അടിച്ചു നോക്കട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ്. ഇപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി അടുത്ത് വരുന്നതാണ് റൈലിഷ് പവർ മെത്തേഡ്. അത് ലാർജസ്റ്റ് ഐഗൺ വാല്യൂ കാണാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഫൈൻഡ് ലാർജസ്റ്റ് ഐഗൺ വാല്യൂ എ ഓഫ് തന്നിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് വിത്ത് എക്സ് ഓഫ് 0 ഈക്വൽ ടു 1 0 0 ട്രാൻസ്പോസ് എന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്ന വെച്ചാൽ എക്സ് പവർ 0 പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സ് പവർ 1 എ ഇൻറ്റു എക്സ് പവർ 0 ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ആക്കണം. അത് എ നമുക്കറിയാം, ഇതായിരുന്നു നമ്മുടെ മെട്രിക്സ്. ആ മെട്രിക്സ് എടുത്ത് എഴുതി എക്സ് തന്നിരിക്കുന്ന ട്രാൻസ്പോസ് ചെയ്യണം. ട്രാൻസ്പോസ് വന്നിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇത് റോ ഇരിക്കുന്ന വാല്യൂനെ കോളത്തിലേക്ക് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഈ ഒരു മാട്രിക് കിടക്കുന്നുണ്ട്, നമുക്ക് ഇതിനെ കോളത്തിലേക്ക് ആക്കാം. അപ്പൊ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് 3 × 3 എലമെന്റ് ആണ്. അതായത് ഇവിടുത്തെ മെട്രിക്സ് വരുന്നത് ഇവിടെ 3 × 3 ആണ്, ഇത് വരുന്നത് 3 ആണ് വരുന്നത്. ഇത് 3 റോ 1 കോളം. അപ്പൊ ഇതിന്റെ ഈ 3 3 നമുക്ക് ആൻസർ ഓർഡർ എടുക്കുന്ന സമയത്ത് 3 × 3 എന്നാണ് നമുക്ക് ഇതിന്റെ ഓർഡർ കിട്ടാം. അതുകൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ തന്നിരിക്കുന്ന ടേമിനെ ഈ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ മെട്രിക്സിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 × 1 ചെയ്യാം, പ്ലസ് 0 × 0 1 × 0 നമുക്ക് അവിടെ നിന്ന് 2 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ എലമെന്റ് 2 ആവും. ഇതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
ഈ മെട്രിക്സിൽ ഈ ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റിനെയും ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ കുളത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പൊ 2 × 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 ആയിരിക്കും. അടുത്തത് പ്ലസ് കൊടുക്കുക. അടുത്തത് ഈ 0 × ഈ 0. അപ്പൊ നമുക്കിവിടെ 0 തന്നെ വരും. വീണ്ടും 1 × 0. അപ്പൊ നമുക്കിവിടെ പ്ലസ് 0 വരും. ഇതാണ് ഫസ്റ്റ് റോയിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ എലമെന്റ് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ എടുക്കുമ്പോൾ ഫസ്റ്റത്തെ എലമെന്റ് 0 × 1 എന്ന് പറയുമ്പോൾ 0 വരും. 0 × 2 എന്ന് പറയുമ്പോൾ 0 ആവും. 0 × 0 എന്ന് പറയുമ്പോൾ 0 ആവും. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് ഇവിടെ നമുക്ക് 0 കിട്ടും. ഇവിടെയും ഇനി അടുത്ത മൂന്നാമത്തെ റോ എടുക്കാം. മൂന്നാമത്തെ റോ എന്ന് 1 × 1 1 വരും. അപ്പൊ 1 വന്നു. പ്ലസ് 0 × 0 0 വരും. 2 × 0 0 വരും. അപ്പൊ നമുക്ക് 1 കിട്ടി. അപ്പൊ നമ്മുടെ മെട്രിക്സ് ഇപ്പൊ ഇങ്ങനെ എന്തായി 2 0 1 എന്നായി. ക്ലിയർ ആണോ? മനസ്സിലായി. ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടി? 2 0 1 എന്ന് കിട്ടി. ഇതിൽ 2 ലാർജസ്റ്റ് വാല്യൂ കണ്ടെത്താം. ഈ ഇപ്പൊ കിട്ടിയ മെട്രിക്സിൽ ലാർജസ്റ്റ് വാല്യൂ 2 ആണ്. അതിന് നമ്മൾ പുറത്തോട്ട് എടുത്തു. ആ 2നെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ 2 പോയി കഴിയുമ്പോൾ 1 വരും. 0 അങ്ങനെ തന്നെ വരും. 1ൽ നിന്ന് 2 പുറത്തെടുക്കുമ്പോൾ നമുക്ക് 1/2 ആവും. 1/2 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇതിലും സ്റ്റെപ്സ് ഒരു 5-6 സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഫസ്റ്റത്തെ സ്റ്റെപ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? എക്സിന് പവർ 1 കൊടുത്തു, ഈക്വൽ ടു AX പവർ 0 കൊടുത്തു. ഇനി രണ്ടാം സ്റ്റെപ്സ് എടുക്കുക. അപ്പൊ ഇവിടെ x 1 എന്നുള്ളത് മാറിയിട്ട് 2 ആയി, ഈക്വൽ ടു AX പവർ 1 എന്നായി. ഈ എലമെന്റ് ഈ മെട്രിക്സ് എ അങ്ങനെ തന്നെ എടുക്കുക. രണ്ടാമത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സ്ഥാനത്ത് ഇവിടെ നമ്മുടെ വാല്യൂ ചേഞ്ച് ചെയ്തു, 0.5 ആയില്ലേ. ഈ ഇപ്പൊ കിട്ടിയ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എന്നിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് റോയിന്റെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിന്റെ സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം, തേർഡ് റോയിന്റെ ഫസ്റ്റ് കോളം എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു റിസൾട്ട് കിട്ടും. ഇതിൽ ലാർജസ്റ്റ് വാല്യൂ നോക്കുമ്പോൾ 2.5 ആണ്. 2.5 പുറത്തോട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 1 വരും. ഇത് 0 തന്നെ വരും. 2 ഡിവൈഡ് ബൈ 2.5 ചെയ്യുമ്പോൾ നമുക്ക് 0.8 കിട്ടും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വാല്യൂ കിട്ടി. രണ്ടാമത്തെ ലാംഡയുടെ വാല്യൂ കിട്ടി. ആദ്യത്തെ ലാംഡയുടെ വാല്യൂ ആണ് ലാർജസ്റ്റ് വാല്യൂ 2 കിട്ടി. രണ്ടാമത്തെ ലാർജസ്റ്റ് വാല്യൂ 2.5 കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഇത് കിട്ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഇത് കിട്ടി. അപ്പൊ ക്ലിയർ ആണത്? ഹലോ, പുറത്തോട്ട് എടുക്കുമ്പോ 0.8 ആ 0.8 വരുന്നത് ഈ 2നെ ഡിവൈഡ് ചെയ്യാം, 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 0.82 കാൽക്കുലേറ്റർ ചെയ്താൽ ഡിവൈഡ് ബൈ 0.8. ഇനി അടുത്ത സ്റ്റെപ്സ് എടുക്കാം. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്സ് ആണ് വരുന്നത്. മൂന്നാമത്തെ ഒരു 5-6 സ്റ്റെപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്സിൽ x3 ആവും, a × x2 ആവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ വാല്യൂ, അതായത് ഇപ്പൊ കിട്ടിയ വെക്ടിക്സ് എന്തായിരുന്നു, ഇവിടെ കിട്ടിയ ഐഗൺ വെക്ടിക്സ് എന്തായിരുന്നു, അതായിരിക്കണം രണ്ടാമത് മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു ആൻസർ കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് ലാർജസ്റ്റ് വാല്യൂ വരുന്നത് 2.8 ആണ്. ആ 2.8നെ പുറത്തോട്ട് എടുക്കുക. അപ്പൊ λ3യുടെ വാല്യൂ 2.8 കിട്ടി. ബാക്കി 1 0 0. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിജിറ്റ് 2.6 ആണ്. 2.6 ഡിവൈഡ് ബൈ 2.8 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അത് 0.9286 ആണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ λ3യും എക്സിന്റെ ഐഗൺ വെക്ടറും കിട്ടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ സ്റ്റെപ്സ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്സ്, ഫോർത്ത് സ്റ്റെപ്സ്, ഫിഫ്ത്ത് സ്റ്റെപ്പ് സെയിം കേസ് തന്നെ. പക്ഷെ ഇവിടെ കിട്ടുന്ന വെക്ടിക്സ് ആണ് ഇവിടെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഐഗൺ വെക്ടിക്സ് എന്താണ് കിട്ടിയത് അത് കൊടുക്കണം. ഇത് 6ാമത്തെ സ്റ്റെപ്സ് വന്നപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അതിനുശേഷം ഇതെല്ലാം കൂടി എടുത്ത് എഴുതി നോക്കാം. അതായത് ലാംഡയുടെ വാല്യൂ ഫസ്റ്റ് ലാർജസ്റ്റ് വാല്യൂ വന്നത് നമുക്ക് തുടങ്ങിയ ഫസ്റ്റ് സ്റ്റെപ്സിൽ ലാർജസ്റ്റ് വാല്യൂ വന്നത് 2 ആയിരുന്നു. രണ്ടാമത് കിട്ടിയത് 2.5 ആയിരുന്നു. മൂന്നാമത്തത് കിട്ടുന്നത് 2.8. നാലാമത്തത് 2.92986 കിട്ടി. പിന്നത്തെ വരുന്നത് 2.9756 കിട്ടി. അടുത്തതിൽ 2.9918 കിട്ടി. അപ്പൊ ഇതുപോലെ ലാംഡയുടെ വാല്യൂ കിട്ടി. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സും കിട്ടി നമുക്ക് 6. അപ്പൊ ഇതിൽ നമുക്ക് ഏകദേശം ഈ ലാംഡയുടെ വാല്യൂ 2.99 അത് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് 3 ആയിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ അപ്പൊ ലാംഡ 3 എന്നും കിട്ടി. ഇവിടെ വരുന്ന വാല്യൂ നോക്കിയാൽ എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് 1 0, ഇത് 0.9 എന്നുള്ളത് 1 ആക്കി റൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 101 എന്ന് കിട്ടും. ക്ലിയർ ആണോ?
പക്ഷെ ആ ഫൈനൽ ആൻസർ എടുക്കുന്നത് പറഞ്ഞു 3യും 1 എടുത്താൽ എങ്ങനെയാന്ന്? ആ ആ. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തു വന്നപ്പോ നമുക്ക് ചെയ്യേണ്ടത് സ്റ്റെപ്സ് ആദ്യം പറയാം. സ്റ്റെപ്സ് എന്താണെന്ന് പറയാം. ടാലി പവർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു എ തന്നിട്ടുണ്ടായിരിക്കും, ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രാൻസ്പോസ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട് 100 എന്ന് പറഞ്ഞിട്ട്. അതിനെ കോളമായിട്ട് സെറ്റ് ചെയ്ത് ട്രാൻസ്പോസ് ചെയ്ത് റോയിനെ കോളായിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇക്വേഷൻ ഇതായിരുന്നു, എക്സ് പവർ 1 ഈസ് ഈക്വൽ ടു എ എക്സ് പവർ x0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ എയിനെ x0 കൊണ്ട്, x0 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടേം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ലാർജസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ ലാംഡ കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ഐഗൺ, അപ്പൊ ലാർജസ്റ്റ് ലാംഡ എന്ന് പറയുന്നത് ഐഗൺ വെക്ടറും വാല്യൂവും പിന്നെ കിട്ടുന്നത് ഐഗൺ വെക്ടറും ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് അതങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെക്കൻഡ് സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഇവിടെ കിട്ടിയ ഐഗൺ വെക്ടർ എന്താണോ അതുകൊണ്ട് വീണ്ടും എനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ലാർജസ്റ്റ് വാല്യൂ വീണ്ടും എടുത്തുകൊണ്ട് വീണ്ടും ഒരു ഐഗൺ വെക്ടർ ഇവിടെ ഫോം ചെയ്യും. ഇങ്ങനെ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു 5-6 സ്റ്റെപ്പ് എങ്ങനെ വന്നാലും ഈ ക്വസ്റ്റിന് 5-6 സ്റ്റെപ്സ് ഉണ്ടാവും. 5-6 സ്റ്റെപ്സ് വരെ വരണം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നോക്കി അടുത്തടുത്ത വാല്യൂകളായിട്ട് വരും. നോക്കി ആദ്യം 2 കിട്ടി, 2.5 കിട്ടി, 2.8 കിട്ടി, 2.9, 2.9, 2.9 നിൽക്കണം. അപ്പൊ നമ്മൾ ഈ 2.9 റൗണ്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഈ 2 പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരുന്ന ഈ സൈഡിൽ വരുന്ന ഡിജിറ്റ് 5നേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റൗണ്ട് ചെയ്ത് 2 എന്നുള്ളത് 3 ആക്കാം. അങ്ങനെയാണ് ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ലാംഡ വാല്യൂ 3 എടുത്തത്. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് നമുക്ക് വന്നത് ഐഗൺ വെക്ടർ ഉണ്ടല്ലോ, ഇവിടെ അത് എടുക്കാം ഐഗൺ വെക്ടർ ആയിട്ട്. അപ്പൊ അത് വരുമ്പോൾ വെച്ചാൽ 1ഉം 0 ഉണ്ട്, ഇവിടെയും 0.9 ആണ് വന്നേക്കുന്നത്. അപ്പൊ 0.9 എന്ന് പറയുമ്പോൾ 0.5നേക്കാൾ വലിയ വാല്യൂ ആണ്, അതിന് വീണ്ടും റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 1 ആക്കാം. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ 3യും കിട്ടി, ഐഗൺ വെക്ടർ 101 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ടോപ്പിക്. ഇത്രയാണ് പറയുന്നത്. ഇത്രയും വരെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ. ഈ ഐഗൺ വാല്യൂം ഐഗൺ വെക്ടറും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. മനസ്സിലായി. ഞാൻ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടോ പറയാം. പറയാം. ഈ ഐഗൺ വാല്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. ടൈം ഉണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ. വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ ഐഗൺ വാല്യൂ ആണ് കേട്ടോ. ഐഗൺ വാല്യൂ ഐഗൺ വെക്ടേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാന്നിരിക്കുന്നത് -2, 2, -3, 2, 1, -6, -1, -6, 0. ഇതിനെ a മൈനസ് ലാംഡയുടെ ഫോമിലേക്ക് ആക്കി ഈക്വൽ 0 എന്ന് കൊടുത്തു. ട്രേസ് ഓഫ് ഏജ് ചെയ്യാം. ട്രേസ് ഓഫ് ഏജ് എന്ന് പറയുന്നത് -2, 1 ആണ്. -2, 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. അപ്പൊ ട്രേസ് ഓഫ് എ -1 എന്ന് കിട്ടി. അതുപോലെ M11 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളം കളഞ്ഞവരും കൂടെ -12 +12 കിട്ടും. അടുത്തത് -3, ഇവിടെ നമുക്ക് കിട്ടുന്നത് -6. ഡിറ്റർമിന്റ് എ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിന്റ് എ ചെയ്യാൻ പറ്റില്ല, അപ്പർ ട്രയാങ്കിൾ അല്ല. അപ്പർ ട്രയാങ്കിൾ മാത്രമേ ഡിറ്റർമിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സാധാരണ കേസിൽ ഫസ്റ്റ് റോയിൽ ഈ -2 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ റോയും ഈ കോളം കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അവനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാം. ഇതിനെ ഡിറ്റർമിൻ ചെയ്തെടുക്കുക. 2ഉം ഈ കോളം കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റിനെ ഡിറ്റർമിൻ ചെയ്തെടുക്കുക. ഈ 3യും ഈ കോളം കളഞ്ഞിട്ട് ഇതിനെ ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഡിറ്റർമിന്റ് എയുടെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്കത് 45 കിട്ടി. ഇത് നേരിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചാൽ മതി ഈ ലാംഡയുടെ വാല്യൂ കണ്ടെത്താനായിട്ട്. ലാംഡ ക്യൂബ് മൈനസ് ട്രൈസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് M11 പ്ലസ് M22 പ്ലസ് M33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിന്റ് ഓഫ് എ ഈക്വൽ 0. ഇവിടെ ട്രൈസ് ഓഫ് എയുടെ സമയത്തും ഡിറ്റർമിന്റ് എയുടെ മുന്നിൽ മൈനസ് ആണ് വരുന്നത്. ബാക്കി ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കിട്ടും. ഇപ്പൊ നോക്കിയാൽ ക്യൂബിക് ഇക്വേഷൻ ആയി. ചില ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ -b + or -√(b²-4ac) ഒക്കെ വെച്ചിട്ട് രണ്ട് വാല്യൂ കണ്ടെത്താൻ പറ്റും. ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ ഇത് നേരിട്ട് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി നേരിട്ട് കാൽക്കുലേറ്റർ അങ്ങോട്ട് കൊടുത്താൽ മതി. ക്യൂബിക്കിന്റെ ഇക്വേഷൻ വെറുതെ ഇത് അടിച്ചുകൊണ്ട് ഇക്വേഷൻ ക്യൂബിക് എടുത്ത് ഇക്വേഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലാംഡയുടെ വാല്യൂ നമുക്ക് 3 കിട്ടും. ഇവിടെ 3 എന്ന് പറയുമ്പോൾ ഇവിടെ 2 കിട്ടുള്ളൂ.
ഹലോ. ആ മിസ്സേ കേൾക്കാം, ഒന്ന് കട്ടായപ്പോഴാണ്. ആ ആ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂ വരുള്ളൂ എന്ന് വെച്ചാൽ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രാവശ്യം വരുള്ളൂ. അതായത് ലാംഡ ഈ ഇക്വേഷൻ നമ്മൾ അടിച്ചു കൊടുക്കും, ക്യൂബിക് അടിച്ചിട്ട് ഈ ഇക്വേഷൻ അടിച്ചു കൊടുക്കുമ്പോൾ ലാംഡ ഈക്വൽ ടു ആദ്യത്തത് 5 കിട്ടും, രണ്ടാമത്തത് -3 കിട്ടും. പിന്നെ നമ്മൾ എത്ര അമർത്തിയാലും മൂന്നാമത്തെ വാല്യൂ വരില്ല. വാല്യൂ വരാത്തതാണ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആവർത്തിച്ച് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് രണ്ടെണ്ണത്ത് വന്ന് നിൽക്കുന്നത്. ഇത് അടിച്ചിട്ട് വെറുതെ ഈക്വൽ അടിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് ഈക്വൽ അടിക്കുമ്പോൾ ഫസ്റ്റ് ലാംഡയുടെ വാല്യൂ വരും, രണ്ടാമത് ഈക്വൽ അടിക്കുമ്പോൾ രണ്ടാമത്തെ വാല്യൂ വരും. മൂന്നാമത് അടിച്ചാൽ വരില്ല എന്ന് വെച്ചാൽ ഇത് -3 കോമൺ ആയിട്ട് രണ്ടും ഒരേപോലെ ലാംഡയ്ക്ക് രണ്ട് വാല്യൂ -3 കിട്ടുന്നുണ്ടാവും. അപ്പൊ രണ്ട് വാല്യൂ തരുള്ളൂ, മൂന്നാമത്തെ വാല്യൂ തരില്ല. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ ഉള്ളൂ. ഐഗൺ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഐഗൺ വാല്യൂ ആയിട്ട് കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു 5ഉം ലാംഡ ഈക്വൽ ടു -3 ആയിരിക്കും. എന്നിട്ട് ഇത് നേരത്തെ കൊടുത്ത പോലെ ഇനി ഐഗൺ വെക്ടർ കണ്ടെത്താം. ഇക്വേഷൻ കൊടുക്കുക, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ കൊടുത്തിട്ട് അത് സോൾവ് ചെയ്ത് കാർമസ് റൂൾ യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് എക്സിനും വൈക്കും വാല്യൂ കിട്ടും. ഇതിൽ കോമൺ ആയിട്ട് വലിയ ഡിജിറ്റ് വരുമ്പോൾ ഇതിൽ വലിയ ഡിജിറ്റ് 48 ആണ്. ഇത് 24 പുറത്തേക്ക് എടുക്കുക. 24 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 ആയി, ഇതും 1 ആയി, ഇവിടെ നമുക്ക് 2 കിട്ടും. അപ്പോൾ ആദ്യത്തെ വാല്യൂ കിട്ടി. ഇതേപോലെ -3 കൊടുക്കുക. -3 കൊടുക്കുമ്പോഴും കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് x1 കിട്ടും. ഐഗൺ വാല്യൂ ഇവിടെ ടെസ്റ്റ് ഉണ്ട്, ഇടത് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ -3 കൊടുക്കുമ്പോൾ ലാംഡയ്ക്ക് ഫസ്റ്റ് കേസിൽ ലാംഡയ്ക്ക് ഇക്വേഷൻ കൊടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ 5 കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് ഇക്വേഷൻ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇത് കോമൺ ആയിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഇതുപോലെ വരാം എന്ന് വെച്ചാൽ -7 2 -3 2 -4 -6 -1 -2 -5. ഇതിൽ ഈ ഫസ്റ്റ് റോയോ സെക്കൻഡ് റോയോ തേർഡ് റോയോ കോമൺ ആയിട്ടോ അതിന്റെ ഏതെങ്കിലും ഒരു മെട്രിക്സ് ഏതെങ്കിലും ഒരു റോയുടെ മൾട്ടിപ്പിൾ ആയിട്ടോ ഒന്നും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് ഇക്വേഷൻ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ x1 x2 x3 സോൾവ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഈ പ്രോബ്ലത്തിൽ രണ്ടാമത്തെ കേസ് കൊടുക്കുമ്പോൾ ലാംഡ -3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെ വരാം: 1 2 -3 2 4 6 -6 -1 -2 3. ഇവിടെ നോക്കി ഇതിൽ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഒരേപോലെ വരുന്നത് എന്ന് വെച്ചാൽ ഈ 1ന് 2 ഈ ഫസ്റ്റത്തെ റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് സെക്കൻഡ് റോ അല്ലെ, അല്ലെങ്കിൽ സെക്കൻഡ് റോയിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ഫസ്റ്റ് റോ. തേർഡ് റോയ്ക്ക് പറ്റില്ല, ഇവിടെ ചിഹ്നമുണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ രണ്ട് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആണ്. അതും ഇതിന് ഇൻവെർട്ടാണ് കിടക്കുന്നത് അല്ലെ. ഇതിന്റെ നെഗറ്റീവ് ടേം ആണ് ഈ ടേം. എന്നുവെച്ചാൽ ഇതിന് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആവും, ബാക്കി നെഗറ്റീവ് കിട്ടും. ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഈ രണ്ട് റോ 0 ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് നമുക്ക് റോ കോളം ഇന്റർചേഞ്ച് ചെയ്താൽ എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും. പക്ഷെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഈ റോക്ക് തമ്മിൽ നമുക്ക് എടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ എടുത്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒന്നും ഒരേപോലെ ആവാൻ പാടില്ല, ഒരു റോയും ഒരേപോലെ ആവാൻ പാടില്ല, പിന്നെ അത് ഒരെണ്ണത്തിന്റെ മൾട്ടിപ്പിൾ ആവാൻ പാടില്ല, അല്ല നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്പിൾ ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചാൽ അതിനെ എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് റോ 0 ആയിട്ട് പോകും. അങ്ങനെ സീറോ ആയിട്ട് വരുന്ന കേസ്, ഇത് 0 ആയിട്ട് വരുന്ന കേസാണ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മാത്രം എടുക്കാൻ പറ്റുള്ളൂ: x1 + 2x2 - 3x3 = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ മാത്രമേ കിട്ടുള്ളൂ. 3 അൺനോൺ വേരിയബിൾ മാത്രമേ കിട്ടുള്ളൂ. റാങ്ക് 1 ആയിട്ട് വരും. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് x1 x2 x3ക്കും വാല്യൂ കിട്ടണം. അങ്ങനെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും നമ്മൾ ഫസ്റ്റ് റാങ്ക് ചെയ്ത ഫസ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത പോലെ ഒരു ആർബിട്രറി നമ്പേഴ്സിനെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് രണ്ടെണ്ണത്തിനും കൊടുത്തു കഴിഞ്ഞാൽ x1ന്റെ വാല്യൂ കിട്ടും. ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആർബിട്രറി നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്പർ നമുക്ക് കിട്ടും. അതിനുവേണ്ടി x2ന് t ആയിട്ടും x3ക്ക് a ആയിട്ടും ആർബിട്രറി നമ്പർ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് x1ന്റെ ഇക്വേഷൻ ഇങ്ങനെ ആക്കി s1 = 2 × s2. s2ന്റെ സ്ഥാനത്ത് t കൊടുത്തു, അപ്പൊ -2t വരും. ഇവിടെ s3യുടെ സ്ഥലത്ത് a കൊടുത്തു, അപ്പൊ 3a കിട്ടി. അപ്പൊ x1ന്റെ വാല്യൂ ഇങ്ങനെ വരും: -2t + 3a. അതായത് x1ന്റെ ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്തു. ക്ലിയർ ആണോ? ഇനി x2 ഇവിടെ നിന്ന് ഈ x2ന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇവിടെ x2ന് നിർത്തിയിട്ട് ഇതിനെ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x2ന്റെ ഇക്വേഷനിൽ x1 No.
അപ്പൊ നമുക്ക് ടി നിന്നും കിട്ടി ബാക്കിയുള്ള വാല്യൂ കൊടുത്താൽ പോരാ നേരിട്ട്. x1ന്റെ സ്ഥാനത്ത് ഇതിൽ നിന്ന് s2 ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ s2 ഈക്വൽ ടു x1ന്റെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a വരും, x3ന്റെ സ്ഥാനത്ത് a വരും, t മൈനസ് 1 ചെയ്താൽ മതി. s2ന്റെ വാല്യൂ 2 ആയിരുന്നു, t ആയിരുന്നു. അതുപോലെ s2 എടുക്കുന്ന സമയത്ത് s3യുടെ സ്ഥാനത്ത് a ആയിരുന്നു. അപ്പൊ ഇവിടെ a വിടും. അതുപോലെ s3യുടെ സ്ഥാനത്ത് വരുമ്പോൾ s1 എന്ന് പറയുന്നത് s2 എന്ന് പറഞ്ഞ t ആയിരുന്നു, x1 3 എന്ന് പറയുന്നത് a ആയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്നും t കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. 2 കോമൺ ചെയ്യാൻ പറ്റും. മൈനസ് t പുറത്തെടുക്കുകയാണെങ്കിൽ -2t t 0 വരും. സെപ്പറേറ്റ് ചെയ്താണ് ടിയും എ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ ഈ കോളത്തിനെ ടി ആയിട്ടും ഇത് എ ആയിട്ടും കൊടുക്കാം. അത് -2t t 0 എന്നുള്ളത് ഫസ്റ്റ് വരും. രണ്ടാമത് 3a 0 എ എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ 3 ഇവിടെ -2 1 0 എന്ന് കിട്ടും. രണ്ടാമതിൽ 3 0 1 എന്ന് കിട്ടും. അങ്ങനെ x1 x2 രണ്ട് വാല്യൂ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇതിങ്ങനെ ഈ കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് അതായത് നമ്മൾ മെട്രിക്സ് എടുക്കുമ്പോൾ എപ്പോഴും നോക്കണം നമ്മുടെ മെട്രിക്സ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താണെന്ന് നോക്കണം. മെട്രിക്സിൽ ഒന്ന് ആർബിട്രറി വാല്യൂ വരാൻ പാടില്ല, അതേപോലെ ആർബിട്രറി വാല്യൂ വരാൻ പാടില്ല, മൾട്ടിപ്ലിക്കേഷൻ വരാൻ പാടില്ല. ആർബിട്രറി വാല്യൂ ഇതേപോലെ വരുന്ന ചില 1 2 -3 എന്ന് പറയുമ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുപോലെ നെഗേഷന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എലമെന്ററി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 2 കോളം 0 ആയിട്ട് പോകും. അപ്പൊ ഒറ്റ റോ ആയിട്ട് കിട്ടും. ആ റോയിൽ ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന് വൈകുന്നത് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിൽ നിന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് വാല്യൂ ഇതിന്റെ കോയിഫിഷ്യന്റ് സെലക്ട് ചെയ്ത് കൊടുത്ത x1 കിട്ടി, ഇതിന്റെ കോയിഫിഷ്യന്റ് സെലക്ട് ചെയ്ത x2 കിട്ടി. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ചെയ്ത മെത്തേഡ് ഒന്ന് നോക്കിയിട്ട് വരാം അടുത്ത ദിവസത്തേക്ക്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർക്കാം. ഓക്കെ മിസ്. അപ്പൊ നമുക്കിന്ന് മൈൻഡ് ചെയ്യാം. താങ്ക് യു.